നിലമ്പൂരിൽ ഇന്നലെ രാത്രി ഷോക്കേറ്റ് മരിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ആ വിദ്യാർത്ഥിയുടെ കൂട്ടുകാരുടെ പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. തങ്ങൾ സ്ഥിരമായി പോകുന്ന വഴിയാണെന്നും മുമ്പ് കമ്പിയൊന്നും ഈ വഴിയിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും മരണപ്പെട്ട ആനന്ദുവിൻ്റെ സുഹൃത്തുക്കൾ പറയുന്നു. അനന്തു കമ്പിയിലേക്ക് നേരിട്ട് വീഴുകയായിരുന്നു. മറ്റു 2 പേർ തെറിച്ചു വീഴുകയും ചെയ്തു. സുഹൃത്തുക്കൾ ജനൻ ടിവിയോട് പറഞ്ഞ വാക്കുകളിലേക്ക്. നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസം അതിദാരുണമായ സംഭവമാണ് നടന്നത്. മീൻ പിടിക്കാൻ പോയ ഒരു 15-കാരനാണ് ജീവൻ നഷ്ടമായത്. ആ അനന്തു എന്ന യുവാവും സുഹൃത്തുക്കളും ചേർന്നാണ് മീൻ പിടിക്കാൻ പോയത്. ആ സുഹൃത്തുക്കളായ 2 പേർ ഇപ്പോൾ ചേരുന്നുണ്ട്. എന്താണ് ശരിക്കും ഇന്നലെ സംഭവം? ഞങ്ങൾ സാധാ മീൻ പിടിക്കുന്ന പോണ സ്ഥലം തന്നെയായിരുന്നത്. അപ്പോൾ മീൻ പിടിച്ച് വരുന്ന വഴിക്കാണ് ഇതേപോലെ പന്നിക്ക് കെണി വെച്ചതിൽ അനന്തു ഫസ്റ്റ് വന്ന് വീണത്. ജിത്തു ഓൻ ഷോക്കടിച്ച് വീണു. അതിൻ്റെ ഒപ്പം തന്നെ യദും ഷോക്കടിച്ച് വീണു. അതിനാണ് പിന്നെ യദുവിനെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് ഫസ്റ്റ് കഴിഞ്ഞു. അത് പിന്നെ ജിത്തുവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോകുമ്പോഴാണ് ഷാനുവിന് ഷോക്ക് അടിക്കുന്നത്. അപ്പോഴാണ് ആ കമ്പി ഞങ്ങൾ ശരിക്കും കാണുന്നത്. ആ സൈഡിൽ അതിന് കൂടെ ജിത്തു വീണിറക്കിയിരുന്നു. 5 പേരായിരുന്നു. അതിൽ ഇവനുണ്ടായിരുന്നു. അപ്പോൾ ഇവനും ഞാനും കൂടിയാണ് ലാസ്റ്റ് രക്ഷപ്പെടുത്തി. ഷാനുവിനെ രക്ഷപ്പെടുത്തി. അങ്ങനെയാണ് ലാസ്റ്റ് തുണക്കാരൻ്റെ വീട്ടിൽ പോയി വിളിച്ചു പറഞ്ഞിട്ട് ഫീസ് വരാനൊക്കെ പറഞ്ഞ് അങ്ങനെ രക്ഷപ്പെട്ട ഷാനു. ജിത്തുവിനെ തീരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. കമ്പിയൊന്നും അവിടെ നേരത്തെ ഉണ്ടായിരുന്നില്ല. ആദ്യം ഉണ്ടായിരുന്നില്ല അവിടെ കമ്പി. ഞങ്ങൾ സ്ഥിരമായിട്ട് പോകണതല്ല അതിലെ. അവിടെ കമ്പിയൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. നമ്മളെ തീരെ ശ്രദ്ധ നമുക്ക് ഉണ്ടായിരുന്നില്ല. എപ്പോഴും മീൻ പിടിക്കാനൊക്കെ ഒരുമിച്ച് പോകാം? ഇല്ല, ഞാനിവിടെ വിരുന്ന് വന്നതാണ്. വരുമ്പോഴൊക്കെ പോകാറുണ്ട്. പെട്ടെന്ന് ഈ അവിടെ കമ്പിയുള്ളത് നിങ്ങളുടെ ആരെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായി? ഇല്ല, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായില്ല. കാരണം ഇങ്ങനെ അറിയണില്ലല്ലോ. സാധാരണ പോകാറുണ്ട്. ഇങ്ങനെ കറണ്ട് കമ്പീൻ്റെ ഇതൊന്നും അറിയില്ല. എത്ര മണിയോടെ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ? ഒരു 7:30-8 മണി ഒക്കെ ആ സമയത്ത്. ഈ സ്ഥിരമായിട്ട് ഇവിടെ ആളുകൾ ഇങ്ങനെ ഷോക്ക് വെക്കുന്നതും മറ്റൊക്കെ ഉണ്ടെന്നൊക്കെ നാട്ടുകാർ വേണ്ട, അങ്ങനെ പലയിടത്തും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ടപ്പോൾ ഈ പന്നിയൊക്കെ പിടിച്ച് വിൽക്കാറൊക്കെ ഉണ്ട് ആളുകൾ. അങ്ങനെ അപ്പോൾ അങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. വെച്ച ആളെ പിടിച്ചിട്ടുണ്ടായിരുന്നു. സ്ഥിരമായിട്ട് ഇവിടെ അങ്ങനെ ആളുകൾ ചെയ്യുന്നത് നിങ്ങൾക്ക് മുമ്പ് അറിയായിരുന്നു, ഒക്കെ കേട്ടിട്ടുണ്ടോ? അങ്ങനെ വലിയ ഇതില്ല, പരിചയമില്ല. ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ചുങ്കത്തറ ഭാഗത്താണ് താമസിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാം കൂടി മീൻ പിടിക്കാൻ വേണ്ടി പോയതാണ്. നിങ്ങളെല്ലാം ബന്ധുക്കളും കൂടെ ആണല്ലോ? അച്ഛനെ ഏട്ടൻ അനിയന്മാർ മക്കളാണിത്, 4 ആൾക്കാർ. അത് തന്നെയാണ്. ഏതായാലും വളരെ അത്ഭുതകരമായിട്ടാണ് കൂടെ ഉണ്ടായിരുന്ന അനന്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ രക്ഷപ്പെട്ടത്, കൂട്ടുകാർ രക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. ഇവർ നേരത്തെ സ്ഥിരമായിട്ട് പോകുന്ന വഴിയാണ്. അവിടെ ഇങ്ങനെ ഷോക്കും മറ്റൊന്നും വെക്കുന്നതെന്നും ഇവർക്ക് നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. അതുതന്നെയാണ് അവർ ആ ഒരു എപ്പോഴും നടന്നു പോകുന്ന വഴിയിലൂടെ ഇത്തരത്തിലൊരു കമ്പി അവിടെ ഉണ്ട് എന്നുള്ളത് പോലും അവർക്ക് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് സുഹൃത്തുക്കൾ വ്യക്തമാക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, നിലമ്പൂർ.